ഹായ് ഹലോ, ഞാനിന്നിവിടെ നല്ലൊരു വെണ്ടയ്ക്ക അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അച്ചാറിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അച്ചാർ പൊടി, നല്ലെണ്ണ, ശർക്കര, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അങ്ങനെ എൻ്റെ വെണ്ടയ്ക്കാണ് കേട്ടോ അച്ചാറിടുന്നത്. കറിവേപ്പിൻ്റെ ഇല ഉണ്ടായിരുന്നില്ല, പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു കറിവേപ്പിൻ്റെ ഇല കിട്ടുന്നത് വരെ ഇത്ര വെച്ചിട്ട് എങ്ങനെ അച്ചാറിടാതിരിക്കുക. അപ്പോൾ ഞാനൊരു ചെമ്പട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കേട്ടോ. പിന്നെ കരിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ, ഗുണങ്ങളുണ്ടെങ്കിലും നമ്മൾ ഒരുവിധ ആളുകളൊക്കെ അതിനെ കളയാറല്ലേ പതിവ്. പിന്നെ അരച്ചിട്ടൊക്കെ നമ്മൾ എല്ലാത്തിലും ചേർക്കണം, എന്നാൽ പിന്നെ നമ്മൾ അകത്തേക്കാവും. അപ്പോൾ ഞാൻ ഈ കറിവേപ്പിൻ്റെ ഇല വരുന്നത് വരെ വെക്കാനുള്ള ക്ഷമയില്ലാത്തതിനാൽ ഞാൻ എണ്ണയൊക്കെ ചൂടായി അതിലേക്ക് കടുകൊക്കെ പൊട്ടിച്ചു, അതിലേക്ക് ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് നല്ല രീതിക്ക് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് ഞാനൊരു നുള്ളു കായപ്പൊടിയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിൽ കിടന്ന് റെഡി ആവട്ടെ. എന്താണാവോ കായപ്പൊടി അതിൽ നിന്ന് ചാടാൻ കുറച്ചൊരു ബുദ്ധിമുട്ട്. ലാസ്റ്റ് മൂടിയൊക്കെ തുറന്നിട്ടിട്ടോ. അങ്ങനെ അതൊക്കെ നല്ല രീതിക്ക് വഴണ്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഇതുപോലെ വെണ്ടയ്ക്ക അച്ചാർ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടോ വെണ്ടയ്ക്ക കൊണ്ട് അച്ചാർ ഇടുന്നത്. വെണ്ടയ്ക്കൻ്റെ അച്ചാറൊക്കെ എവിടുന്നോ കൂട്ടി വന്നിട്ട് എനിക്ക് വെണ്ടയ്ക്ക അച്ചാർ ഇട്ടുതരുമോ എന്ന് ചോദിച്ചിട്ട് വെണ്ടയ്ക്ക കൊണ്ടുവന്ന് തന്നതാണ്. 1 കിലോ വെണ്ടയ്ക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആവശ്യത്തിനുള്ള. ഇല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളെ പാകത്തിന് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഏകദേശം ഇവിടെ ഇതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുകയാണ്. വെണ്ടയ്ക്ക ചെറുതാക്കിയൊന്നും അരിയേണ്ട ആവശ്യമില്ല, ഈ ഒരു കനത്തിൽ എല്ലാവരും അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. കാരണം വെണ്ടയ്ക്ക വേഗം ചെറുതാക്കി അരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അലിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു കട്ടിക്കാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. വെണ്ടയ്ക്ക ഒന്ന് ഏകദേശം വാടി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ അച്ചാറിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അച്ചാറിൻ്റെ പൊടിയുടെ പച്ചമണമൊക്കെ പോയിട്ട് ഞാനിതിലേക്ക് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ശർക്കര ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റാണെന്ന് പറഞ്ഞു. കൂട്ടി അച്ചാറിൽ ശർക്കര ഒക്കെ ഉണ്ടാവില്ലത്രേ. അപ്പോൾ എവിടെന്നോ കൂട്ടി വന്നിട്ട് നമുക്കിട്ട് പണി തരികയാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാനിതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വിനെഗറും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ അച്ചാർ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിൻ്റെ ശേഷം ഞാൻ ശർക്കരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ അതിൽ കിടന്ന് മെൽട്ടായിക്കോളും. ഈ ശർക്കരയിൽ കച്ചറ ഒന്നുമില്ല കേട്ടോ. ഞാനൊരു പ്രാവശ്യം നല്ല രീതിക്ക് നല്ല എന്താ പറയുക ശർക്കര പാനിയൊക്കെ ഉണ്ടാക്കി അരിച്ചൊക്കെ നോക്കിയപ്പോൾ ഒരു പൊടി പോലും കച്ചറ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെണ്ടക്കച്ചാർ കൂട്ടിയവരൊക്കെ കമൻറ്റ് ചെയ്യാം, ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇതിലേക്ക് ഒരു സാധനം കൂടെ ഇടാൻ മറന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ 2 തക്കാളിയുടെ തൊലി ചെത്തിയിട്ട് തക്കാളിൻ്റെ ആ കാമ്പ് മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതും നല്ല ഒന്ന് വഴണ്ട് വരട്ടെ. അത് വഴണ്ട് വന്നാൽ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പാകത്തിന് ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അത് ഇതിലിട്ടാൻ കാണിക്കാൻ മറന്നതാണ്. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കുമ്പോൾ ഉപ്പ് കുറവായിരുന്നു. പിന്നെ കുറച്ചും കൂടെ വിനെഗറും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഓരോരുത്തരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.